സെഫിയ ഇവിടെ ഞാനിവിടെ 10 വരെ പഠിച്ചു. 10 വരെ? 1ാം ക്ലാസ് മുതലോ അതോ? 1ാം ക്ലാസ് മുതൽ. 10 വർഷം പഠിച്ചു ഇവിടെ. എന്റെ മോന് +2 വരെ പഠിച്ചു. മോനും +2 വരെ പഠിച്ചു. എന്റെ മോളിപ്പോ 10 ഇപ്പൊ ഈ വർഷം പിന്നെ PTA ഭാരവാഹിയാണോ? PTA ഭാരവാഹിയാണ്. മോള് 10ൽ 10 A+ വാങ്ങി. 10ൽ ഫുൾ A+ വാങ്ങി മിടുക്കിയാണ്. എന്താ മോളുടെ പേര്? ഹന്ന ഫാത്തിമ. അന്ന ഫാത്തിമ ഇപ്പൊ എവിടെയാ ഉള്ളത്? അവള് ഗേൾസിലാണുള്ളത്. സെന്റ് ജോസഫ് ഗേൾസിലാണ് കിട്ടിയിട്ടുള്ളത്. മെറിറ്റിൽ തന്നെ ഫസ്റ്റ് തന്നെ കിട്ടിയവർക്ക്. അവളൊരു ഡോക്ടർ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുൾ A+ലേക്ക് ഈ സ്കൂൾ എങ്ങനെയാ മോളെ കൊണ്ട് എത്തിച്ചത്? അവളും എന്റെയും കൂടെ പ്രശ്നം കൊണ്ട് എല്ലാവരും ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടായിരുന്നു. രാവിലെ 7 മണിക്കൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നോ? രാവിലെ 7 മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. രാത്രി അവൾ കിടക്കുമ്പോൾ 12 മണിയൊക്കെ ആവും. അതുപോലെ പരീക്ഷ ടൈമും ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ ഒരു 3 മണിക്ക് 2:30 മണിക്കൊക്കെ എന്നെ വിളിച്ചുണർത്തും. അവൾ ഉറക്കില്ലാതിരുന്ന് പഠിക്കും. അങ്ങനെ എല്ലാത്തിനും മിടുക്കിയാണ്. സ്കൂൾ പിന്നെ എല്ലാത്തിനും അവള് മുന്നിലായിരുന്നു. ക്ലാസ്സിലായാലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതുണ്ടായിരുന്നു? ക്ലാസ് മുറിക്കുള്ളിലായിരുന്നോ ക്ലാസ് മുറിക്ക് പുറത്തായിരുന്നോ? ക്ലാസ് മുറിക്ക് പുറത്ത് തന്നെയായിരുന്നു. സ്കൂളിലായിരുന്നു. ഈ സ്കൂളുകളുമായി സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് ക്ലാസ് മുറിക്കുള്ളിലിരുന്നുള്ള പഠിത്തത്തെക്കാൾ അല്ലേ പുറത്തായിരുന്നു. ക്ലാസ് മുറിക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായിരുന്നു? ഞങ്ങൾ ഈ പുഴയോരത്ത് കൂടെ ഒക്കെ പോയി പുഴയിലൊക്കെ പോവും. അന്ന് മീറാപ്പിള്ള സാറായിരുന്നു നമ്മളെ HM. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ വെല്ലടിച്ചാലും ഞങ്ങൾ ഇവിടുന്ന് കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ് തോന്നത്തില്ല. സാറുമാര് നമ്മളെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു നല്ലൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ. ഏതെങ്കിലും കുട്ടികൾ ഈ പുഴയിൽ വീണ് എന്തെങ്കിലും അപകടം പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ല. ചരിത്രത്തിൽ ഇതുവരെയില്ലല്ലോ. വിൽസമാഷെ, ഈ പുഴയിൽ ഒരു കുഞ്ഞെങ്കിലും വീണു പോയിട്ടുണ്ടോ? ഈ മഴക്കാലത്ത് ഈ ഗ്രൗണ്ടിന്റെ അറ്റത്തേക്ക് വരുമ്പോൾ ഞാൻ വരാന്തയിൽ ഇറങ്ങി നിന്ന് കാണുന്നവർ പറയണം, ആരെങ്കിലും പുഴയുടെ അടുത്തേക്ക് പോകുന്നെങ്കിൽ ഇവർ പറഞ്ഞല്ലോ ഞാൻ തല്ലുമായിരുന്നു. എൻ്റെ തല്ല് കിട്ടിയത് കൊണ്ട് ആർക്കും അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല. ആണല്ലേ? അപ്പൊ ആരും പുഴയുടെ അടുത്തോട്ട് പോവില്ല? പോകും, കാണാം. അത്രേ ഉള്ളൂ. മഴ പെയ്ത അടുത്തോട്ട് പോകരുതെന്ന് പറയും അല്ലേ? അതെ. ആ മക്കളാണിപ്പോൾ അതിൽ 53 പേരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അല്ലേ, അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. സഹിക്കാൻ കഴിയാത്തതാണ്. 2008 100% റിസൾട്ട് കിട്ടിയ കുട്ടികളുടെ ആ വർഷത്തെ SLC സംഗമം നടത്തിയിരുന്നു 1 മാസം മുമ്പ്. അന്ന് പുതിയതായിട്ടുണ്ടാക്കിയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തിയത്. അന്ന് ബാംഗ്ലൂർ വെച്ച് ഒരു വെള്ളത്തിൽ മുങ്ങി മരിച്ച സുബൈർ എന്ന് പറയുന്ന ഒരു കുട്ടി ഇവരുടെ കൂടെ പഠിച്ച കുട്ടിയാണ്. അവൻ്റെ ഓർമ്മയ്ക്കായി മെമൻറ്റോകൾ മുഴുവൻ പേർക്കും കൊടുത്ത് ഞങ്ങളന്ന് 100ഓളം പേര് ഒരുമിച്ച് കൂടിയിരുന്നു അവിടെ. അവൻ്റെ വാപ്പ ഒരു മിലിറ്ററി ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും മെമൻറ്റോ കൊടുത്തു. പക്ഷെ അതിൽപ്പെട്ട അന്ന് സംഗമത്തിലുണ്ടായിരുന്ന 5-6 കുട്ടികളെ പോലും കാണാനില്ല എന്നുള്ളത്. അവർ പോയി. അവരെല്ലാവരും കൂടി പണം പിരിച്ചിട്ട് ഈ ഓഡിറ്റോറിയത്തിന് വേണ്ടി 75 കസേരകൾ കൊടുത്ത് എനിക്കത് വാട്സപ്പിലിട്ടു. ഞങ്ങൾ വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കസേരകളെല്ലാം വെള്ളം എടുത്തുകൊണ്ട് പോയി സാർ. കസേരയും പോയി, കസേര കൊടുത്ത കുട്ടികളും പോയി. 5-6 കുട്ടി കുറെ പേര് പോയി. മോളെ കൂടെ പഠിച്ച 3-4 കുട്ടികൾ പോയി. ആ ഒരു ടെൻഷനിലാണ്. ഒരു സങ്കടമുണ്ട്. ഇപ്പോഴും കിട്ടാത്ത മക്കളുണ്ട്. അപ്പൊ അവർക്ക് അത്രയും പഠിപ്പിന് ഇപ്പൊ രണ്ടാമത് സ്കൂൾ വന്ന് പിന്നീട് കണ്ടപ്പോ എന്തായിരുന്നു ഒരു കാഴ്ച? അവള് വന്നിട്ടില്ല. എന്നെ ഒരിക്കലും ആ പ്രദേശത്തേക്ക് കൊണ്ടുപോകണ്ടെന്ന് അവള് പറയുന്നത്. പറഞ്ഞിരുന്നു. നമുക്ക്